എത്യോപ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് GCCയിലും ഏഷ്യയിലുടനീളവുമുള്ള വിമാന സർവീസുകൾ താറുമാറായി. വിമാന കമ്പനികൾ നിരവധി സർവീസുകൾ റദ്ദാക്കുകയും സമയക്രമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ഷാർജയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ എയർ അറേബ്യ റദ്ദാക്കിയതായി എയർലൈൻ അറിയിച്ചു. നവംബർ 25-ന് പുലർച്ചെ 1-നും വൈകുന്നേരം 6-നും ഇടയിൽ ഡൽഹിയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന 7 അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. വരവും പോക്കും ഉൾപ്പെടെ 12 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വൈകുകയും ചെയ്തു. നവംബർ 24 മുതൽ 25 വരെ ജിദ്ദ, കുവൈറ്റ്, അബുദാബി എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും ആകാശ എയർ റദ്ദാക്കി. 7 ദിവസത്തിനുള്ളിൽ യാത്രക്കാർക്ക് മുഴുവൻ റീഫണ്ട് അല്ലെങ്കിൽ സൗജന്യ റീബുക്കിങ്ങോ വിമാന കമ്പനി വാഗ്ദാനം ചെയ്തതായി ANA റിപ്പോർട്ട് ചെയ്തു. ഷാർജയിൽ പൗരന്മാരുടെ കടമെഴുതി തള്ളാൻ 7.3 കോടി ദിർഹം അനുവദിച്ചു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്. 2014-ൽ ആരംഭിച്ച ഷാർജ ഡെറ്റ് സെറ്റിൽമെൻറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് പണം അനുവദിച്ചത്. യഥാർത്ഥ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൗരന്മാരെ സഹായിക്കുന്ന ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതിയുടെ 29ാമത് ബാച്ചിനാണ് 7.3 കോടി ദിർഹം അനുവദിച്ചത്. 143 കേസുകൾ പരിഹരിക്കുന്നതിനായി ഈ തുക വിനിയോഗിക്കും. പദ്ധതിയിലൂടെ ഇതുവരെ 1.35 കോടി ദിർഹം ചെലവിട്ടതായി സമിതി ചെയർമാൻ അറിയിച്ചു. 2791 പേരാണ് ഇതുവരെയുള്ള ഗുണഭോക്താക്കൾ. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിചാരണ കോടതി വിധി പ്രസ്താവിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി വർഗീസാണ് കേസിൽ വിധി പ്രസ്താവിക്കുന്നത്. പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽകുമാറാണ് കേസിൽ 1-ാം പ്രതി. നടൻ ദിലീപാണ് കേസിലെ 8-ാം പ്രതി. 2017 ഫെബ്രുവരിയിലാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് മലയാളത്തിലെ യുവനടി ആക്രമിക്കപ്പെട്ടത്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. 2018 മാർച്ചിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത്. പൾസർ സുനി ഉൾപ്പെടെ 9 പ്രതികളാണ് കേസിലുള്ളത്. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. 2017 നവംബറിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. 2018 ജൂണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ച ഹർജി നൽകിയെങ്കിലും കോടതി അത് തള്ളി. കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയാക്കാൻ 4.5 വർഷം എടുത്തിരുന്നു. ജിമ്മുകളിലും സ്പോർട്സ് കേന്ദ്രങ്ങളിലും 15% ജോലികൾ സൗദി പൗരന്മാർക്ക് മാത്രമായി സംവരണം ചെയ്യുന്നു. 4-ഓ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വദേശിവൽക്കരണം എന്ന തീരുമാനം ബാധകമാവുക. 2026 നവംബർ 16 മുതലാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതെന്ന് മാനവ വിഭവശേഷി വകുപ്പ് വ്യക്തമാക്കി. 4-ഓ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വദേശിവൽക്കരണ തീരുമാനം ബാധകമാവുക. പുരുഷ, വനിതാ ജിമ്മുകളിലെയും സ്പോർട്സ് കേന്ദ്രങ്ങളിലെയും 12 തൊഴിലുകൾക്ക് ഇത് ബാധകമാവും. സ്പോർട്സ് കോച്ച്, പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച്, സ്പോർട്സ് സൂപ്പർവൈസർ, പേഴ്സണൽ ട്രെയിനർ, പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. NTV UAE to the world.